അതും സാറ് പ്രൊഡ്യൂസ് ചെയ്തു, ചേക്കറഞ്ചിന്റെ പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ കൂടുതൽ ഇങ്ങോട്ട് വരുന്ന അവസരങ്ങൾ ചെയ്തു. ഈ പ്രൊഡക്ഷനിൽ ഇറങ്ങിയപ്പോ പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ ഒരു സ്വയം ഒരു PR വർക്ക് നടത്തിയിട്ട് സാറിന് വേറൊരു രീതിയിലോട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാമായിരുന്നു? ആ ഒരു രീതിയിൽ പ്രൊഡക്ഷനിലേക്ക് പോയിരുന്നെങ്കിൽ ആ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോയില്ല ഞാൻ. ബിക്കോസ് നമുക്ക് എന്താ വെച്ചാൽ അന്ന് ഈ ചേക്കാറാൻസെല്ലാം എടുത്ത സമയത്ത് അത് A സെന്റേഴ്സിൽ ഫെയിലിയറായി. ഫെയിലിയർ അല്ല അതിൻ്റെ പേര്. അത് അന്ന് നല്ല സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ്. ഞാനുണ്ട്, ഭരത് ഗോപിയുണ്ട്, നെടുമുടി വേണുണ്ട്, ഇന്നസെന്റ് ഉണ്ട്, അംബികയുണ്ട്, ലിസി ഉണ്ട്, ഇന്നസെന്റ് ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. എന്നിട്ടും ആ സിനിമ A സെന്ററിൽ ഡൗൺ ആയിരുന്നു. പക്ഷെ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കയറി പിക്ക് ചെയ്തു. അത് BNCയിലാണ്. എല്ലാ B സെന്ററിലും C സെന്ററിലും അന്ന് അങ്ങനെയാണ്. എല്ലാ BNC സെന്റേഴ്സിന് 50 ദിവസം, 25, 50, 60 ദിവസം കളിച്ച സിനിമയാണ്. അത്രയ്ക്ക് സിബിമലയന്റെ ഫസ്റ്റ് ഫിലിമാക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആയിരിക്കും. അത്ര സക്സസ്ഫുൾ ആയ സിനിമയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ആദ്യം കിട്ടിയൊരു ഷോക്ക് ഉണ്ടല്ലോ. നമ്മൾ വിചാരിച്ചു ഇത് നമുക്ക് പറ്റുന്ന പണിയല്ല എന്ന് വിചാരിച്ചു അങ്ങനെ മാറിയത്. പക്ഷെ ഞാൻ പിന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്ന്, ഞാൻ, ലാല്, പിന്നെ പ്രിയദർശൻ, ഞാൻ പിള്ളരാജു, ആനന്ദേട്ടൻ, ഞങ്ങൾ 5 പേര് ചേർന്ന് എടുത്ത പടമാണ് ഹലോ മൈ ഡിയർ റോങ്കം. അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ പോയി. ഞാൻ അതിൽ അഭിനയിച്ചിട്ട് പോലും ഇല്ല. എന്നാലും അങ്ങനെയൊക്കെ ചെയ്യും. ഇന്ന് തമിഴിലൊരു സിനിമ ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു. അതെ, അധികം റിസ്ക് എടുത്ത് അങ്ങനെ പോയില്ല. അങ്ങനെ പോയില്ല.